മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട 100 പോയിന്റുകളിൽ നാലാമത്തേത് വെക്ടർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സുകളെല്ലാം തന്നെ വെക്ടർ ഓൾജിബ്രയുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം വെക്ടർ അഡീഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വെക്ടേഴ്സ് നമുക്ക് എടുക്കാം. സേ വെക്ടർ എ ആൻഡ് വെക്ടർ ബി. സപ്പോസ് ദേ മേക്സ് ആൻ ആംഗിൾ, അവർ തമ്മിൽ ഒരു തീറ്റ ആംഗിൾ ഉണ്ടെന്ന് ഇരിക്കട്ടെ. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് പാരലോഗ്രാം ലോ നമ്മുടെ മനസ്സിലേക്ക് എടുക്കുക. സോ ദ റിസൾട്ടൻ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ ഡയഗണൽ ഓഫ് ദ കംപ്ലീറ്റഡ് പാരലോഗ്രാം. സോ ആ കംപ്ലീറ്റഡ് പാരലോഗ്രാമിലെ ഡയഗണൽ 6 ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് റിസൾട്ടൻ്റ് വി ക്യാൻ റൈറ്റ് ആസ് ഈക്വൽ ടു വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഈ ഒരു റിലേഷനിൽ ഒരു വെക്ടറിൻ്റെ രണ്ട് കാര്യങ്ങളായ മാഗ്നിറ്റ്യൂഡ്. സോ നമുക്ക് മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം മോഡുലസ് ഓഫ് ആർ ഓർ മോഡുലസ് ഓഫ് എ പ്ലസ് ബി. സോ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് വൺ വിത്ത് എ സിമ്പിൾ റിലേഷൻ ആസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കട്ടെ. ഈ മാക്സിമം മാഗ്നിറ്റ്യൂഡ് സംഭവിക്കുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രിയും മിനിമം മാഗ്നിറ്റ്യൂഡ് സംഭവിക്കുന്നത് തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രിയിലുമാണ്. അതുകൊണ്ട് തന്നെ സംഭവിക്കാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എ പ്ലസ് ബിയും മിനിമം വാല്യൂ എന്ന് പറയുന്നത് എ മൈനസ് ബിയുമാണെന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. ദ റിസൾട്ടൻ്റ് ഷുഡ് ലൈസ് ഇൻ ബിറ്റ്വീൻ ദ ടു. അതോടൊപ്പം സപ്പോസ് മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബിയും ഈക്വൽ ആണെങ്കിൽ ഈ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനുള്ള മനോഹരമായൊരു റിലേഷൻ ഒന്ന് മനസ്സിൽ ഓർമ്മയിരിക്കട്ടെ. മോഡുലസ് ഓഫ് എ പ്ലസ് ബി ടേക്ക് ദ വാല്യൂ ഈക്വൽ ടു 2x cos θ/2. ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രോബ്ലംസ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കും. അതോടൊപ്പം ലുക്ക് ദ ഫിഗർ. ദ റിസൾട്ടൻ്റ് മേക്സ് ആൻ ആംഗിൾ സേ ഹിയർ ആൽഫ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൽഫ കണ്ടുപിടിക്കാം. ആസ് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ബൈ പ്ലസ് ബി കോസ് തീറ്റ. ഇത്രയും നമ്മുടെ അഡിഷൻ എന്ന് പറയുന്ന പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക, വളരെ പ്രധാനം. അങ്ങനെയാണെങ്കിൽ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം എങ്ങനെ നമുക്ക് ചെയ്യാം? സപ്പോസ് ബി എന്ന് പറയുന്ന ഒരു വെക്ടർ എയിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം സിമ്പിളായിട്ട് അതിനെ എ മൈനസ് ബി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. സോ ബട്ട് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമുക്ക് അറിയാവുന്ന അഡീഷൻ പ്രോസസ്സിലേക്ക് മാറ്റുമ്പോൾ എ പ്ലസ് മൈനസ് ബി ആണ്. സോ ജസ്റ്റ് ബിയുടെ റിവേഴ്സ് ഡയറക്ഷൻ എടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഗറിൽ ഇതാണ് ബി എന്ന് പറയുന്നത്. അവിടെ എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് ദിസ് വൺ. എങ്കിൽ ബിയുടെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുക. മാഗ്നിറ്റ്യൂഡിന് മാറ്റം വരാൻ പാടില്ല. എന്നാൽ നോക്കിയേ, നമുക്ക് എയും ഈ മൈനസ് ബിയും ഒരേ ഓർഡറിലല്ലേ. സോ ദ റിസൾട്ടൻ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കുമ്പോൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈ ബിയുടെ ഡയറക്ഷൻ മാറ്റുക. എയും ബിയും തമ്മിലുള്ള ആംഗിൾ തീറ്റയ്ക്ക് പകരം നമ്മൾ 180 മൈനസ് തീറ്റ കൊടുക്കുക. അപ്പോൾ ഈ റിലേഷനിലെല്ലാം തന്നെ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് പറയാം ദ മോഡുലസ് ഓഫ് എ മൈനസ് ബി ടേക്ക് ദ വാല്യൂ എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos തീറ്റ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അതോടൊപ്പം ദ ഡയറക്ഷൻ, ദ റിസൾട്ടൻ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റയാണെങ്കിൽ we can easily say as tan beta take the value is equal to that b sin theta by a minus b cos theta. ഈ ഫോർമുലകൾ ഒന്ന് മനസ്സിൽ ഓർമ്മിക്കട്ടെ, വളരെ പ്രധാനം. മറ്റൊരു ഷോർട്ട് ഓർത്തിരിക്കുക. സപ്പോസ് മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ബിയുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ഓർമ്മയിരിക്കട്ടെ ദാറ്റ് ക്യാൻ ബി റൈറ്റ് ആസ് 2x sin theta by 2. That modulus of a minus b take the value equal to 2x sin theta by 2. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഇത്രയും കാര്യമുണ്ടെങ്കിൽ
നമുക്ക് ഉറപ്പായിട്ടും പ്രോബ്ലംസ് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. വി ക്യാൻ വെയിറ്റ് വിത്ത് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ദ സം ഓഫ് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ടു ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ഈസ് 60 ന്യൂട്ടൺ and their resultant is 8 root 3 Newton at 90 degree with the force of smaller magnitude. The two forces are. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിനെ നമുക്കൊന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ചെറിയ ഫോഴ്സ് F1 ആണെന്നിരിക്കട്ടെ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റിസൾട്ടൻ്റ് ആയിട്ടുള്ള 8 റൂട്ട് 3 സംഭവിക്കുന്നത് എങ്കിൽ അനദർ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ് ആയി കിടക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ F1 F2 എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡുകളാണെങ്കിൽ ഇതല്ലേ റിസൾട്ട് പറയുന്നത്? പൈതഗോറിയൻ കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് ഉറപ്പായിട്ടും പറയണ്ടേ F1 സ്ക്വയർ പ്ലസ് എസ് 8 റൂട്ട് 3 സ്ക്വയർ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു F2 സ്ക്വയർ. ദാറ്റ് മീൻസ് 8 റൂട്ട് 3 ഷുഡ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് F2 സ്ക്വയർ മൈനസ് F1 സ്ക്വയർ. എളുപ്പം നമുക്ക് ഉത്തരത്തിലേക്ക് കിട്ടാം. നമ്മുടെ ചോയ്സിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. 8 റൂട്ട് 3 എന്ന് പറയുന്നത് കിട്ടണം F2 സ്ക്വയർ. So you can just take this one as equal to F2 as a 10 as a 100 minus 6 square as a 36. So root 64, that is 8 only. So that is not the answer. So we can use this D choice as a root of 14 square as a 196 minus 4. So that is equal to root of 192. So that is equal to 64 into 3. That is equal to 8 root 3. So we are the answer. So we get the answer as a D choice. വളരെ മനോഹരമായ കൺസെപ്റ്റാണ്. സോ സ്റ്റുഡൻസ്, വി ക്യാൻ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് പോയിന്റ്. 5ാമത്തെ പോയിന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്യാനും മറക്കരുത്. ടേക്ക് കെയർ. God bless you.